Hello, welcome back to another class. Today we will be discussing the second unit, and this is the sixth class in Indian writing in English. Sree Narayana Guru Open University BA English core course, fourth semester. So, in the sixth class today, in this session, we'll be starting second unit of module 1 Indian English Poetry. ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി എന്നാണ് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ തലക്കെട്ട്. ഈ ടൈറ്റിലിന് തന്നെ രണ്ടർത്ഥങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒന്നാമത്തെ അർത്ഥം ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി, അതായത് ഇന്ത്യയുടെ സ്വന്തമായ ഡയലക്റ്റായ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന ഭാഷയിലുള്ള കവിതകൾ. മറ്റൊരർത്ഥം ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി, അതായത് ഇന്ത്യയിൽ എഴുതപ്പെടുന്ന ഇംഗ്ലീഷ് ഭാഷയിലുള്ള കവിത. ആ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്, ഇന്ത്യയിൽ എഴുതപ്പെട്ട സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലുള്ള കവിത. രണ്ടർത്ഥങ്ങളാണുള്ളത്, രണ്ടും വ്യത്യസ്ത അർത്ഥങ്ങൾ തന്നെയാണ്, രണ്ടിനും വ്യത്യസ്ത തലങ്ങളാണുള്ളത്, രണ്ടിനും വ്യത്യസ്ത മീനിങ് ആണുള്ളത്. ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിങ്ങിൽ കൂടുതൽ ഇന്ത്യൻ വൽക്കരിക്കപ്പെട്ട, ഇന്ത്യനൈസ് ചെയ്ത, നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചതുപോലെ നേറ്റീവൈസ് ചെയ്യപ്പെട്ട ഒരു ഇംഗ്ലീഷിൻ്റെ കവിതാരചന സാധ്യതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കവിതകളാണ്. എന്നാൽ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിനെ ഉപയോഗിച്ച് ഇന്ത്യൻ എഴുത്തുകാർ എഴുതുന്ന കവിതകളാണ്. എന്നാൽ ഇവിടെ നമ്മൾ പലപ്പോഴും ഈ പദം പരസ്പരം ഇന്റർചേഞ്ചബിളായി ഉപയോഗിക്കുന്നത് കാണുകയാണ്. പലപ്പോഴും ഒന്നല്ലെങ്കിൽ മറ്റൊന്നെന്ന രീതിയിൽ ഇന്റർചേഞ്ചബിളായി ഉപയോഗിക്കപ്പെടുന്നു ഈ രണ്ട് പദങ്ങളും. നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇൻഫ്ലുവൻസ് ഓഫ് റൊമാൻറ്റിസിസം. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് പൊതുവിൽ രണ്ട് ഫേസ് പൊതുവേ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് ബിഫോർ ഇൻഡിപെൻഡൻസ്, രണ്ട് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, പ്രീ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ്. ഈ പ്രീ ഇൻഡിപെൻഡൻസ് കാലഘട്ടത്തിൽ, അതായത് ഇൻഡിപെൻഡൻസിന് മുമ്പിലുള്ള കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് സാഹിത്യം എടുക്കുകയാണെങ്കിൽ അതിനെ തന്നെ നമുക്ക് രണ്ടായി വിഭജിക്കാം. ഒന്ന് ഏർലി ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ്, രണ്ടാമത്തത് ലേറ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ്. ഏർലി ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ്സ് അധികവും തന്നെ ബ്രിട്ടീഷ് റൈറ്റേഴ്സിൻ്റെ അക്കാലത്തെ സാഹിത്യ പ്രവണതകളുടെ, മൂവ്മെൻറ്റ്സിൻ്റെ ഒരു ഇമിറ്റേഷൻ ആയിരുന്നു എന്ന് പറയാം. ഇന്ത്യയിലെ സ്വന്തമായ ശൈലിയും സ്വന്തമായ ഒരു പ്രത്യേക ഐഡന്റിറ്റിയും ഒക്കെ രൂപം കൊള്ളുന്നത്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ കേസിലാണ് പറയുന്നത്, ഒരു ഇന്ത്യൻ ഐഡന്റിറ്റി രൂപം കൊള്ളുന്നത് സ്വാതന്ത്ര്യ സമരത്തോടു കൂടിയാണ്. അങ്ങനെ സ്വാതന്ത്ര്യ സമര സമയത്ത് എഴുതപ്പെട്ട ലേഖനങ്ങൾ, കഥകൾ, കവിതകളൊക്കെ ആ ഒരു പെട്രിയോട്ടിക് സ്പിരിറ്റ് നിറഞ്ഞവയായിരുന്നു, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടവയായിരുന്നു. അതല്ലെങ്കിൽ ജാതീയമായതോ അല്ലെങ്കിൽ സാമൂഹ്യ തിന്മകളെ കുറിച്ചോ അങ്ങനെയോ ഒക്കെയുള്ള ആ ഒരു രീതിയിലുള്ള രചനകളായിരുന്നു. ഈ കാലഘട്ടത്തിൽ വന്ന എഴുത്തുകാർ, അതായത് രണ്ടാം ഘട്ടത്തിൽ വന്ന എഴുത്തുകാരൊക്കെ തന്നെ ഈ പുതിയ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതോടുകൂടെ ഈ അനുകരണത്തിന്റെ ആ ഒരു സാധ്യതകൾ കുറയുകയും ഒരു സ്വന്തമായ രീതിയിലുള്ള ശൈലികൾ ഇന്ത്യൻ സാഹിത്യത്തിന് കൈവരികയും ചെയ്തു. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. ഇനി ആമുഖമായി എത്രയും പറഞ്ഞത് നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ കാറ്റഗറികളിൽ വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് നിൽക്കുന്നത് എളുപ്പമായിരിക്കും, ഇത് ഓർമ്മിച്ചാൽ മതി. ഇൻഫ്ലുവൻസ് ഓഫ് റൊമാൻറ്റിസിസം ആണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിയിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഇൻഫ്ലുവൻസ് ഓഫ് റൊമാൻറ്റിസിസം. എന്താണ് ഇൻഫ്ലുവൻസ് ഓഫ് റൊമാൻറ്റിസിസം? നമുക്കറിയാം, റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് തന്നെ 18th സെഞ്ച്വറിയിൽ അല്ലെങ്കിൽ 17th സെഞ്ച്വറിയുടെ എൻഡിൽ 18th സെഞ്ച്വറിയിൽ യൂറോപ്പിൽ ആദ്യം ഉണ്ടായി, പിന്നീട് ബ്രിട്ടനിൽ വരെ എത്തിച്ചേർന്ന, പിന്നീട് അമേരിക്കയിലൊക്കെ എത്തിച്ചേർന്ന ഒരു സാഹിത്യ മുന്നേറ്റമാണ്, പ്രസ്ഥാനമാണ്. ഈ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലും ഒരു അതുവരെ നിലനിന്നിരുന്ന പ്രവണതകളോടുള്ള വെല്ലുവിളിയും എതിർപ്പുമൊക്കെ ആയിരുന്നു ഇവരുടെ സ്വഭാവം എന്ന് പറയുന്നത്. പ്രധാന എഴുത്തുകാർ ഇംഗ്ലീഷ് എഴുത്തുകാർ വേർഡ്സ്വർത്ത്, കീറ്റ്സ്, ഷെല്ലി, ബ്ലെയ്ക്ക്, ഇങ്ങനെയൊക്കെയുള്ള എഴുത്തുകാരാണ്. അവരുടെ പേരുകൾ പറയുമ്പോൾ തന്നെ ഏകദേശം അവരുടെ കവിതകളുടെ സ്വഭാവവും മനസ്സിലായിട്ടുണ്ടാവും. അതായത് കൂടുതലും പ്രകൃതിയെക്കുറിച്ച് എഴുതുക, ഭാവന, അതുപോലെ തന്നെ ഭാവനയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം, ഗ്രാമീണ ജീവിതത്തിന് കൊടുക്കുന്ന പ്രാധാന്യം, സിംപ്ലിസിറ്റി ഓഫ് ലാംഗ്വേജ് അതിന് കൊടുക്കുന്ന പ്രാധാന്യം, ഇതൊക്കെ അവരുടെ പ്രൊക്ലെയിംഡ്
അജൻഡാസ് ആയിരുന്നു ഈ റൊമാൻറ്റിസിസത്തിൻ്റെ. അപ്പം ഇൻഫ്ലുവൻസ് ഓഫ് റൊമാൻറ്റിസിസം എന്ന സെക്ഷനിൽ നമുക്ക് ഈ ബ്രിട്ടീഷ് റൊമാൻറ്റിക് മൂവ്മെൻ്റ് ഇൻഫ്ലുവൻസ് ദർശിക്കുവാൻ സാധിക്കും. ഹെൻറി ലൂയിസ് വിവിയൻ ഡെറോസിയോ 1809 to 31 is considered the first to write poems in Indian English. ഹെൻറി ഡെറോസിയോ അഥവാ ഹെൻറി ലൂയിസ് വിവിയൻ ഡെറോസിയോ എന്ന കവിയാണ് ഇന്ത്യൻ ഇംഗ്ലീഷിൽ ആദ്യമായിട്ട് കവിതകൾ എഴുതിയത് എന്ന് പറയപ്പെടുന്നു. ദോ ദി ഇംഗ്ലീഷ് translation of Vishwa Gunadarshana, a Sanskrit poem of the 17th century by Kavalli Venkata Ramaswamy, was published in 1825. 1825 ഈ ഒരു കൃതി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പബ്ലിഷ് ചെയ്തിരുന്നുവെങ്കിൽ കൂടിയും ഡെറോസിയോയുടെ കൃതികളാണ് നേരിട്ട് ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട കൃതികൾ എന്ന് പറയാം. ആദ്യമായിട്ട് ഇംഗ്ലീഷിൽ എഴുതപ്പെടുന്നത്. ഡെറോസിയോ വാസ് എ ലെക്ചറർ അറ്റ് ദ ഹിന്ദു കോളേജ് കാൽക്കട്ട. അതേപോലെ അധ്യാപകനായിരുന്നു, ലെക്ചറായിരുന്നു, കോളേജ് അധ്യാപകനായിരുന്നു കാൽക്കട്ടയിലെ ഹിന്ദു കോളേജിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തന്നെ ഇംഗ്ലീഷിൽ തർജ്ജമകൾ വന്നു, നമ്മൾ കണ്ടു. സാൻസ്ക്രിറ്റ് കവിതയായ വിശ്വ ഗുണദർശനയുടെ തർജ്ജമയുണ്ട്. എന്നാൽ നമുക്ക് പറയാം അതൊരു തർജ്ജമയാണ് അല്ലേ. ഒറിജിനൽ കൃതി വരുന്നത് ഡെറോസിയോയുടെ കവിതയാണ് ഇംഗ്ലീഷിൽ. He started the Academic Association, a debate club, and the Parthenon, a magazine for discussing social and political issues of the time. രണ്ട് കാര്യങ്ങൾ അത് തുടങ്ങി വെക്കുകയാണ്. ഒന്ന്, ദി അക്കാഡമിക് അസോസിയേഷൻ എന്ന പേരിലൊരു ഡിബേറ്റ് ക്ലബ്ബ്, അതുപോലെ തന്നെ ഒരു മാഗസിൻ, ദ പാർത്തനൺ എന്ന പേരിലുള്ള ഒരു മാഗസിൻ. സോഷ്യൽ, രാഷ്ട്രീയ, സാമൂഹിക വിഷയങ്ങളായിരുന്നു ഇതിൻ്റെ ചർച്ചാ വിഷയം, ഈ മാഗസിൻ്റെ പ്രധാന വിഷയം. He was romantic about reformist idealism. സാമൂഹിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ അദ്ദേഹം ഒരു റൊമാൻറ്റിക് ആയിരുന്നു എന്ന് പറയാം. അല്പം റൊമാൻറ്റിക് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ആദർശവാദിയായിരുന്നു എന്ന് പറയാം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ സാഹിത്യത്തിൻ്റെ മേഖലയിൽ റൊമാൻറ്റിക് എന്ന രണ്ടർത്ഥമുണ്ട്. ഒന്ന്, സാധാരണ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന റൊമാൻസ്, സ്ത്രീ പുരുഷ ബന്ധത്തിലുള്ള റൊമാൻസ്. എന്നാൽ ഇവിടെ മറ്റൊരർത്ഥമുണ്ട്. സാഹിത്യത്തിൻ്റെ തിയറി പഠിക്കുമ്പോൾ മറ്റൊരർത്ഥം നമ്മൾ കൽപ്പിക്കണം. റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ ആദർശവാൻ, വളരെ ഐഡിയലിസ്റ്റായിട്ട് ലോകത്തെ കാണുന്നവൻ, ആദർശത്തോടു കൂടി ലോകത്തെ കാണുന്നവൻ, പ്രാക്ടിക്കൽ സെൻസ് തീരെ ഇല്ലാത്തയാൾ എന്നൊരർത്ഥം കൂടിയുണ്ട്. മൂന്നാമതൊരർത്ഥം കൂടിയുണ്ട്. ലിറ്റററി തിയറിയിലേക്ക് വരുമ്പോൾ, സാഹിത്യത്തിൻ്റെ സിദ്ധാന്തത്തിലേക്ക് വരുമ്പോൾ റൊമാൻറ്റിക് പോയംസ് അല്ലെങ്കിൽ അതിനൊരു ഇസം എന്ന് പറയുന്നത് റൊമാൻറ്റിസിസം എന്നറിയപ്പെടുന്നു. റൊമാൻറ്റിസിസം അതായത് ഒരു മൂവ്മെൻ്റ് പേരാണ്, അതൊരു ഇസമാണത്. എന്നാൽ നമുക്ക് പറയാം റൊമാൻറ്റിക് എന്ന വാക്കിന് റൊമാൻറ്റിക് പോയംസ് എന്നുള്ള ഒരർത്ഥം കൂടി കൽപ്പിക്കാറുണ്ട്. റൊമാൻറ്റിക് ലിറ്ററേച്ചർ എന്ന ഒരു രീതിയിലും കൂടി അത് ഉപയോഗിക്കാറുണ്ട്. ഈ റൊമാൻറ്റിസിസ്റ്റ് മൂവ്മെൻറ്റിൽ അല്ലെങ്കിൽ റൊമാൻറ്റിസിസത്തിൻ്റെ ഉള്ളിൽ വരുന്ന കവിതകളെയും എഴുത്തുകളെയും ഒക്കെ, സാഹിത്യകൃതികളൊക്കെ റൊമാൻറ്റിക് എന്ന പേര് കൊണ്ട്, എന്ന അഡ്ജക്റ്റീവ് കൊണ്ട് പലപ്പോഴും സൂചിപ്പിച്ചു കാണാറുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഇവിടെ ഉദ്ദേശിക്കുന്നത് അതല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹെൻറി ഡെറോസിയോ ഒരു ഐഡിയലിസ്റ്റ് ആണ് എന്നുള്ള അർത്ഥത്തിലാണ്. His interventions with his students scandalized the orthodox society of the time, and eventually, on the grounds of corrupting the minds of youth, he was dismissed from his job. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളോടുള്ള സമീപനത്തിന് സമൂഹത്തിൽ നിന്ന് വലിയ എതിർപ്പാണ് ഉണ്ടായത്. അവസാനം അദ്ദേഹത്തിൻ്റെ ജോലി തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. അദ്ദേഹം കുട്ടികളുടെ യുവ മനസ്സുകളെ നശിപ്പിക്കുന്നു എന്ന പേര് പറഞ്ഞിട്ട്, കറപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്, കുട്ടികളെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. Derozio has 2 volumes of poems titled Poems, published in 1872, and The Fakir of Jangira, a metrical tale and other poems to his credit. 2 കവിതകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. Some of his poems like Sonnet, Death, My Best Friend, and The Golden Vase were influenced by the English romantic poems. ചില കവിതകൾ, ഉദാഹരണത്തിന് സോണറ്റ്, ഡെത്ത്, മൈ ബെസ്റ്റ് ഫ്രണ്ട്, ദ ഗോൾഡൻ വാസ് എന്നിവ ഇംഗ്ലീഷ് റൊമാൻറ്റിക് കവിതകളിൽ നിന്ന് ഇൻഫ്ലുവൻസ് സ്വീകരിച്ചവയായിരുന്നു. ആ കവിതകളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് എഴുതിയവയാണ്. അതായത് നമ്മൾ പറഞ്ഞ റൊമാൻറ്റിസിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയാം.
He also used diction and imagery similar to the neoclassic poets in some of his poems. ഈ റൊമാൻറ്റിസിസ്റ്റ് അല്ലെങ്കിൽ റൊമാൻറ്റിസിസം ഈ ബ്രിട്ടനിൽ വരുന്നതിന് മുമ്പ് ബ്രിട്ടനിലെ കാവ്യ അല്ലെങ്കിൽ സാഹിത്യ രചനാ ശൈലിയുടെ ഒരു ശൈലിയുടെ പേരാണ് നിയോ ക്ലാസിസിസം എന്ന് പറയുന്നത്. അതായത് ഗ്രീക്ക് റോമൻ ക്ലാസിക്കുകളുടെ മാതൃകയിൽ വൃത്ത നിബദ്ധമായ കവിതകൾ എഴുതുക, സീരിയസ് ആയ വിഷയങ്ങൾ സീരിയസ് ആയി സമീപിക്കുക, ഈവൻ സില്ലിയായ തമാശ നിറഞ്ഞ വിഷയങ്ങൾ പോലും സീരിയസ് ആയി സമീപിക്കുക, സർക്കാസം ആക്ഷേപഹാസ്യം വലിയ വീരനായക സങ്കല്പങ്ങൾ പോലെ അവതരിപ്പിക്കുക, ഹീറോയിക് പോയട്രി, ഹീറോയിക് കപ്ലറ്റ് എന്നൊക്കെ പറയുന്ന ശൈലിയിൽ എഴുതുക, അതുപോലെ തന്നെ ഘടാഘടിയന്മാരായ വലിയ കടിച്ചാ പൊട്ടാത്ത തരത്തിലുള്ള വാക്കുകൾ കവിതയിൽ ഉപയോഗിക്കുക. ഇതൊക്കെയാണ് നിയോ ക്ലാസിസിസത്തിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകൾ. സോ in neoclassicism we could see the use of complex words, conscious use of complex words in poetry, strong metrical alignment in poetry, conscious attempt to bring in meter, and also a very strong inclination to follow the classical rules and regulations for writing poetry. That is a feature, or these are the features of neoclassicism. This was in a way an attempt to bring back the classical school of thought in art, in poetry and literature in general. കവിതയിലും സാഹിത്യത്തിലുമൊക്കെ ക്ലാസിക്കൽ ട്രഡീഷനെ തിരിച്ചു കൊണ്ടുവരാനുള്ള അറ്റംപ്റ്റ് ആയിരുന്നു ഇത് ബ്രിട്ടനിൽ. അതുകൊണ്ടാണ് നിയോ ക്ലാസിസം എന്നറിയപ്പെടുന്നത്. ന്യൂ ക്ലാസിസം, ന്യൂ എന്നർത്ഥം, ന്യൂ എന്ന് പറഞ്ഞാൽ ന്യൂ, പുതിയ ക്ലാസിക്കൽ മൂവ്മെന്റ് എന്ന് പറയാം. അതുകൊണ്ടാണ് നിയോ ക്ലാസിസിസം എന്ന് വിളിക്കുന്നത്. ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചില കവികൾ എന്ന് പറയുന്നത് നമ്മുടെ അലക്സാണ്ടർ പോപ്പ്, അതുപോലെ തന്നെ ജോൺ ഡ്രൈഡൻ, ഇവരുടെ പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പം, ബ്രിട്ടീഷ് കവികൾ. അപ്പോൾ ഈ കവികളുടെ തരത്തിലുള്ള കവിതകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അവരും ഡെറോസിയൻ ഇൻഫ്ലുവൻസ് ചെയ്തവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറയാം. The poems Don Juanix, a satire, and അതിനെ ഡോൺ ജുവാനിക്സ് എന്നും പറയാം, ഡോൺ ഹുവാനിക്സ് എന്നും പറയാം. കാരണം ആ വാക്ക് ഡോൺ ഹുവാൻ എന്നൊക്കെയുള്ള രീതിയിൽ സ്പാനിഷ് വാക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വായിച്ചത്. ജുവാനിക്സ് എന്ന് നമുക്ക് വായിക്കാം, ഡോൺ ജുവാനിക്സ്. A satire and the Fakir of Jangira, a narrative poem, show a clear influence of Byron. നമ്മുടെ ഇംഗ്ലീഷ് കവി ബൈറന്റെ സ്വാധീനമുണ്ട് ഈ കവിതകളിൽ നിന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം. രണ്ട് കവിതകൾ ഓർമ്മിക്കുക. The poem The Fakir of Jangira deals with the story of a Hindu widow rescued from the funeral pyre of her husband by a young robber. ഒരു യുവാവായ കള്ളൻ ഒരു സ്ത്രീയെ തൻ്റെ ഭർത്താവിൻ്റെ ചിതയിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുന്നതാണ് ഈ കവിതയ്ക്കുള്ളിലുള്ള തീം, ഫക്കീർ ഓഫ് ജംഗീറ എന്ന കവിതയിലെ തീം എന്ന് പറയുന്നത്. ഇൻ ദ പോയം ഡെറോസിയോ എംപ്ലോയ്സ് അയാംബിക് 4-foot couplet, dactylic and trochaic meters and anapestic meters, revealing his knowledge of the English poetic metric system. അപ്പോൾ ഈ കവിതയിൽ ധാരാളം പ്രത്യേകതകൾ ഈ കവിതകൾക്കുണ്ട്. അദ്ദേഹം കൃത്യമായി വൃത്തങ്ങൾ ഉപയോഗിച്ചാണ് എഴുതുന്നത്. നിരവധി വൃത്തങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്ത് പഠിച്ചു വെക്കുക. ഈ വൃത്തങ്ങൾ ഓരോന്നിനെക്കുറിച്ചും നമ്മൾ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ പറയുന്നില്ല. താല്പര്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വൃത്തങ്ങളെക്കുറിച്ച് മാത്രമായി ഒരു വീഡിയോ ചെയ്യുന്നതാണ്. കാരണം അത് വലിയൊരു ഏരിയയാണ്. അത് തന്നെ ഒരു കുറേ മണിക്കൂറുകളുള്ള ക്ലാസ് നമുക്ക് വേണ്ടി വരും ഡീറ്റെയിൽഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ആവശ്യമുള്ളവർ അവയുടെ ഡീറ്റെയിൽസ് എന്താണ് ഈ മീറ്റർ, എന്താണ് അവയുടെ പ്രത്യേകത, എങ്ങനെയാണ് ഒരു കവിതയിൽ മീറ്റർ കണ്ടെത്തുക, ഇത്തരം കാര്യങ്ങൾ ആവശ്യമുള്ളവർ കമൻറ്റ് രൂപത്തിൽ താഴെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്, ആ ഒരു ക്ലാസ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ നോക്കി വെക്കുക, പേരുകൾ മാത്രം ഓർമ്മിക്കുക. അദ്ദേഹം അദ്ദേഹം ഉപയോഗിക്കുന്ന അയാംബിക് 4-foot കപ്ലറ്റ് ഉപയോഗിക്കുന്നു. അതായത് കപ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഈരടികളാണ്. പിന്നെ ഡാക്ടൈലിക്, ട്രോക്കൈക് മീറ്റർ ഉപയോഗിക്കുന്നു. മീറ്റർ എന്ന വൃത്തം. അനാപെസ്റ്റിക് മീറ്റർ ഉപയോഗിക്കുന്നു. ഇതൊക്കെ കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് കവിതയിലുള്ള ഈ മീറ്റർ അഥവാ വൃത്ത സംവിധാനത്തിനെ കുറിച്ചുള്ള അറിവിനെയാണ്.
പിന്നെ some of his poems like To India, My Native Land, To the Pupils of Hindu College and The Harp of India have patriotic themes. ഈ പോയംസിലൊക്കെ പെട്രിയോട്ടിക്, അതായത് ദേശസ്നേഹമാണ് തീം. പിന്നെയോ he also this suggests the influence of rising nationalistic feelings. He also used Indian imagery, legends and myths in his poems. ഇന്ത്യൻ ലെജൻസ്, ഇന്ത്യൻ ഐതിഹ്യങ്ങളൊക്കെ അദ്ദേഹം തൻ്റെ കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് പിന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പെട്രിയോട്ടിസം ഉള്ളത് ആ സമയത്ത് നാഷണലിസം, ദേശീയത വളർന്നു വരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. ഡെറോസിയോ വാസ് എ യൂറോപ്യൻ ബൈ ബർത്ത്. ഡെറോസിയോ യൂറോപ്യനാണ് ജന്മം കൊണ്ട്. ഹെൻസ് ദ വോളിയം ദ ഷയർ ഓർ മിൻസ്ട്രൽ and other poems 1830 by Kashi Prasad Ghosh is seen as the first Indian poetry collection by an Indian. കാശി പ്രസാദ് ഘോഷ് അണ്ടർലൈൻ ചെയ്യുക. കാശി പ്രസാദ് ഘോഷിൻ്റെ 1930 കളക്ഷൻ. ആ കളക്ഷൻ്റെ പേരൊരിക്കൽ കൂടി ഞാൻ വായിക്കാം. ദ ഷയർ ഓർ മിൻസ്ട്രൽ ആൻഡ് അതർ പോയിംസ്. ഈ കവിതയാണ് ആദ്യത്തെ ഇന്ത്യക്കാരനാൽ എഴുതിയ ഇംഗ്ലീഷ് കവിത, പബ്ലിഷ് ചെയ്ത ഇംഗ്ലീഷ് കവിത എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. കുറച്ച് പേര് അങ്ങനെ വാദിക്കുന്നവരുണ്ട്. കാരണം ഡെറോസിയോ യൂറോപ്യൻ ആയതുകൊണ്ട്. യൂറോപ്യനാണ്, പക്ഷേ ഇന്ത്യയിൽ സെറ്റിലായ വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷയം ഉള്ളത് കൊണ്ട് ഇന്ത്യക്കാരനായ ഒരാൾ എഴുതിയത് ഈ കവിതയാണെന്ന് പറയാം. കാശി പ്രസാദ് ഘോഷിൻ്റെ കവിത. പിന്നെയോ ഘോഷസ് പോയംസ് ഹാഡ് എ പെർഫെക്റ്റ് വേഴ്സ് സ്റ്റൈൽ ഇൻഫ്ലുവൻസ്ഡ് ബൈ കാവലിയർ പോയറ്റ്സ്, നിയോക്ലാസിക്കൽ പോയട്രി ആൻഡ് റൊമാൻറ്റിക് പോയറ്റ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഘോഷിൻ്റെ കവിതകളിൽ തന്നെ കൃത്യമായ ഒരു വേഴ്സ് സ്റ്റൈൽ കാണാം, പദ്യ ശൈലി കാണാം. അത് നിയോ ക്ലാസിക്കൽ പോയട്രിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുപോലെ തന്നെ പിൽക്കാലത്തുണ്ടായ കാവലിയർ പോയറ്റ്സ് എന്നറിയപ്പെടുന്ന കവികളുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുപോലെ തന്നെ റൊമാൻറ്റിക് കവിതകളുടെ ഇൻഫ്ലുവൻസും ഉണ്ട്. ഓസ്മിൻ, an Arabic tale, 1841 by Rajnarayan Dutt. Miscellaneous poems 1848 by Shoshi Chandra Dutt and Fugitive Pieces 1851 by Harchandra Dutt were other poetry collections of the time. അക്കാലത്ത് പബ്ലിഷ് ചെയ്ത മറ്റ് കവിതാ സമാഹാരങ്ങളുടെ പേരുകളാണ് ഇവ കൊടുത്തത്. അണ്ടർലൈൻ ചെയ്ത് പഠിച്ചു നോക്കുക. മൈക്കൽ മധുസൂദൻ ദത്ത് എൻട്രി മാർക്ക് ദ ബിഗിനിങ് ഓഫ് എ ന്യൂ ഇറ ഇൻ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി. ഈ മൈക്കൽ മധുസൂദൻ ദത്താണ് പുതിയൊരു കാലഘട്ടം കൊണ്ടുവന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ് കവിതകളിൽ. The narrative poem The Captive Ladies 1849, which is the retelling of the life of Rajput King Prithviraj, is influenced by Scott and Byron. അതുപോലെ തന്നെ സ്കോട്ടും ബൈറണും ഇംഗ്ലീഷ് എഴുത്തുകാരാണ്. അവരുടെ സ്വാധീനം ഈ കവിതയിൽ ഉണ്ടായിരുന്നു, ദ ക്യാപ്റ്റീവ് ലേഡീസിലുണ്ടായിരുന്നു. പൃഥ്വിരാജ് എന്ന് പറയുന്ന രാജ്പുത് രാജാവിൻ്റെ കഥയൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ കഥയാണ്. റീടെല്ലിംഗ് ഓഫ് ദ ലൈഫ് ഓഫ് രാജ്പുത് കിങ് പൃഥ്വിരാജ്. അപ്പോൾ പൃഥ്വിരാജിൻ്റെ ജീവിതകഥയാണിത് ഈ കവിതയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. വിഷൻസ് ഓഫ് ദ പാസ്റ്റ് 1849 is written in Miltonic blank verse and deals with the Christian theme of temptation, sin and redemption. വിഷൻസ് ഓഫ് ദ പാസ്റ്റ് എന്ന കവിത 1849 പബ്ലിഷ് ചെയ്തു. ഇത് മിൽട്ടൻ്റെ സ്റ്റൈലിൽ എഴുതിയിട്ടുള്ളത്, ബ്ലാങ്ക് വേഴ്സ് സ്റ്റൈല്. ക്രിസ്ത്യൻ തീമുകളാണ് ഇതിൻ്റെ അടിസ്ഥാനം. അതുപോലെ ബൈ 1850 ദി ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രി ഹാഡ് കം ടു ആൻ എൻഡ്. 1850 ആകുമ്പോഴത്തേക്ക് ഈ തുടക്കത്തിലുള്ള കാലഘട്ടം, ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിങ്ങിൻ്റെ തുടക്കം, അതിൻ്റെ അവസാനമായിരുന്നു. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു എന്താ പറയുക, അനുകരണത്തിൻ്റെ കാലഘട്ടം, ആ തുടക്ക കാലഘട്ടം അത് കഴിഞ്ഞിരുന്നു എന്ന് പറയാം. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് നാഷണലിസ്റ്റ് പീരീഡിലേക്കാണ്, ദേശീയതയുടെ കാലഘട്ടത്തിലേക്കാണ്. ഈ ദേശീയതയുടെ കാലഘട്ടത്തിലാണ് കൂടുതൽ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റൈലിലേക്ക് പോയട്രിയും പൊതുവിൽ സാഹിത്യവും മാറുന്നതെന്ന് കാണാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ചർച്ച ചെയ്യാം. അപ്പോൾ വീഡിയോ ഒരിക്കൽ കൂടി കണ്ടിട്ട് മെയിൻ പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഏരിയയിൽ സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. See you in another class. Thank you so much. Have a great day. Bye-bye.